ഇതേപോലെ ഒരു ഏജൻസിയുമായിട്ട് കൊച്ചിയിലുള്ള സിഒസിന്റെ ഇതേപോലെ ഫേക്ക് സിഒസ് കൊടുത്തിട്ട് അതിൽ ലാസ്റ്റ് 1 കോടിയുടെ അടുത്തുള്ള സ്കാമായിരുന്നു അത്. എന്നിട്ട് ഒരുത്തന്റെ വീട്, പറമ്പ്, ആധാരം മൊത്തം വിറ്റു. അവന്റെ അച്ഛൻ അതിന്റെ ഒരു വിഷമത്തിൽ തൂങ്ങി. 10 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വലിയ ഇൻഫ്ലുവൻസർ ഒന്നും ആവാൻ പോകുന്നില്ല. കയ്യിലിരിപ്പ് ശരിയാണ്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ജെന്യൂനിറ്റി വേണം. നാട്ടുകാരെ മൂഞ്ചിച്ചും പറ്റിച്ചും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആവാൻ പോകുന്നില്ല ഒരു വ്യക്തി. 10 ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് അവരെ കൂടുതൽ നമ്പാനും പോകില്ല. എനിക്ക് പ്രത്യേകിച്ച് നാട്ടുകാരുടെ അടുത്താണ് പറയാനുള്ളത്. ഈ ഫോളോവേഴ്സ് കണ്ടുകൊണ്ട് ഒരാളെ അന്ധമായിട്ട് വിശ്വസിച്ച് അവർ പറയുന്നതാണ് സത്യം, അവർ പറയുന്ന മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ചും കൊണ്ട് കയറി പോകാൻ നിൽക്കരുത്. അവസാനം മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയുക. വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK പോകാൻ വേണ്ടിയിട്ട് COS നൽകാമെന്ന് പറഞ്ഞ് ഏതോ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്ത്, കമ്പനി വേറെ ആരുമല്ല, സ്വന്തം സുഹൃത്തായ ഏതോ ഒരുത്തന്റെ ഇത് തന്നെ നീരജ പ്രൊമോട്ട് ചെയ്ത് അവസാനം അതിൽ നിന്നും ആർക്കും ഒരാൾക്ക് ഒരു COS കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം അതും കൊണ്ട് പോയപ്പം എന്നാ പിടി അമ്മച്ചിയുടെ മാവുങ്കല പിടിച്ച് തൂക്കി, എംബസിയിൽ തൂക്കി, ജനുവിൻ അല്ലെന്ന് കണ്ടെത്തി 10 വർഷത്തേക്ക് ആ പോയ വ്യക്തിയെ ബാൻ ചെയ്തു. അങ്ങനെ പോയ വ്യക്തിയെ ബാൻ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള 7 പേര് എന്ത് ചെയ്ത് ഞങ്ങളുടെ പൈസ തിരിച്ച് താടാന്ന് പറഞ്ഞു കൊണ്ടുപോയി. 15 ലക്ഷം എങ്ങാണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാരിൽ നിന്നും വാങ്ങുന്നത്. അങ്ങനെ തിരിച്ചു താടാന്ന് പറഞ്ഞ് പോയപ്പോ എന്തായി സംഭവം? മറ്റവന്മാര് മുങ്ങി, എല്ലാം തേഞ്ഞൊട്ടി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിന് ചുക്കാൻ പിടിച്ചതാരാ? നീരജ അമ്മൂസാണ് ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാ വഴി പ്രൊമോട്ട് ചെയ്യുകയും ആൾക്കാർ വന്ന് വീഴുന്നപ്പം നൈസായിട്ട് വലിഞ്ഞിട്ടങ്ങ് മുങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വിടുവോ? ഇതൊക്കെ വെറും ഉടായ്പകളല്ലേ? എത്ര രൂപ കമ്മീഷൻ അടിച്ചാണ്? അതുപോലെ ഈ 8 പേരെ 15 ലക്ഷം വെച്ച് 1 കോടിക്ക് മേളിലായി ഇപ്പൊ തന്നെ ഓൾറെഡി. നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. സത്യം പറയാലോ, ഒരെണ്ണത്തിനെ വിശ്വസിക്കല്ലോ. ഫോളോസ് ഉണ്ടാ അതെല്ലാം ഉടായ്പകളാണ് എന്നങ്ങ് നമ്പിയാൽ മതി. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആഴ്ചയിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ് നമ്മളെ പോലെയുള്ളവന്മാരെ ജോലി. കള്ളത്തനവും കപടങ്ങളും മാത്രം കാണിക്കാൻ കുറെ എണ്ണം ചുക്കാൻ പിടിച്ച് നടക്കുന്നു. എന്ത് പറയാൻ ഞാൻ പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ കൂടിപ്പോ. അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുകയില്ല. എന്തായാലും നീരജ അമ്മൂസെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ടല്ലോ, അന്നെ പറ്റിയിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇതേപോലെ ഒരു ഏജൻസിയുമായിട്ട് കൊച്ചിയിലുള്ള സിഒസിന്റെ ഇതേപോലെ ഫേക്ക് സിഒസ് കൊടുത്തിട്ട് അതിൽ ലാസ്റ്റ് 1 കോടിയുടെ അടുത്തുള്ള സ്കാമായിരുന്നു അത്. എന്നിട്ട് ഒരുത്തന്റെ വീട്, പറമ്പ്, ആധാരം മൊത്തം വിറ്റു. അവന്റെ അച്ഛൻ അതിന്റെ ഒരു വിഷമത്തിൽ തൂങ്ങിര മരിച്ചിട്ടുണ്ട്. കുറെ പേരുടെ ജീവിതം പോയി, എന്റെ ഉൾപ്പെടെ കുറെ പേരുടെ ജീവിതം പോയി. ഞാനൊക്കെ സത്യം പറഞ്ഞ മനസ്സ് തുറന്ന് സന്തോഷത്തിലൊക്കെ കാലം കുറെ അത് അവസ്ഥയില. പിന്നെ ഒരാളുടെ ജീവനും പോയി. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ഇതായത് കാരണം പിന്നെ എന്റെ പുറകെ നിൽക്കാഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പം വിചാരിച്ചു, കഴിഞ്ഞ ദിവസം എന്നെ കുറെ പേര് എന്നെ മുമ്പൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കൊടുക്കുന്നത്, എനിക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫാദർ മരിച്ച ആളില്ല, അവനെ എന്നെ വിളിച്ചു. അവനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ വിളിക്കുന്ന. ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു 100-ൽ1 അംശമെങ്കിലും അതിന്റെ കറക്റ്റായിട്ട് തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയാം. ഈ നീരജ അമ്മൂസിനെ വിശ്വസിച്ചും കൊണ്ടാണ് നീരജ അമ്മൂസിന്റെ സുഹൃത്തായ ഏതോ നാറിക്കൊണ്ട് പൈസയും കൊടുത്ത് ഈ ഒരു ഇടപാടിൽ കയറി നിന്നത്. അവസാനം ആൾക്ക് 15 ലക്ഷം രൂപ വെച്ച് മൂഞ്ചിപ്പോയെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ തന്നെ പറയും. അതിൽ ആരുടെ അച്ഛനൊക്കെ കയറി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഏതോ കമ്പനി ഇതിൽ ചേർന്നിട്ടുണ്ട്. മൊത്തം ഉടായ്പ. സത്യം പറയല്ല, മൊത്തം ഉടായ്പ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉടായ്പ്. അതിനുവേണ്ടി മാത്രം കൂടി ചേർന്നിട്ടുള്ള ഒരു പരിപാടി. അതിൽ അവന്റെ ഒരുത്തന്റെ അച്ഛൻ തീരുന്നു, സ്വയം ജീവൻ എടുക്കുന്നു. ഇങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നു. 3 വർഷം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. 3 വർഷം മുന്നേ ഈ വിഷയങ്ങൾ നടന്നു വരികയാണ്. എന്നിട്ട് ഇപ്പം അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇതിലൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് മെഴുകി വിടുക. ഇത്രയും ഉളുപ്പില്ലാത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിതിലൊന്നും പങ്കില്ല, എനിക്കിതിലൊന്നും ബാധകമേ അല്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് മെഴുകുക. എന്തായാലും കൂട്ടുകാരന്റെ സംഭവം പ്രൊമോട്ട് ചെയ്തപ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല പോലെ എണ്ണി വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി അതിന് തെളിവ് ചിലപ്പോൾ കാണൂല, ഹാൻഡ് ബൈ ഹാൻഡും ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വൻ ടീമുകൾ ഒന്നും വാങ്ങാതെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യോ? എങ്ങനെ അങ്ങനെ? നാണമില്ല ഇങ്ങനെ കിടന്ന് മെഴുകാൻ. അല്ലെങ്കിൽ പറ്റിപ്പോയി തെറ്റെന്നെങ്കിലും സമ്മതിക്കും കേട്ടോ, അതിലെങ്കിലും കുറച്ച് അന്തസ്സുണ്ട്. മറിച്ച് ഇങ്ങനെ കിടന്ന് മെഴുകിക്കഴിഞ്ഞാൽ പുച്ഛവും പരിഹാസവും അർപ്പിച്ച് തുപ്പാനും മാത്രമേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നീരജ അമ്മൂസെ പറഞ്ഞാട്ടെ. എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പരിപാടി നടക്കുന്നതിൽ ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം, 48 lakhs സംതിങ്. സോ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ 5 മണിക്കുള്ളിൽ റീഫണ്ട് അയക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഈവനിങ് 5 മണിക്കുള്ളിൽ തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇത്രയും ദിവസം പോസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് റീഫണ്ട് കഴിഞ്ഞ കാര്യം ഭാഗത്തില്ല കേട്ടോ. ഇനിയെങ്കിലും പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. എന്തുമാത്രം ഉറപ്പൊക്കെയായിരുന്നു തന്നിരുന്നേ. വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിൽക്കരുത്. ആരുടെ അടുത്താണേലും
ഒരു വാക്ക് പറയുന്നത് വാക്കായിരിക്കണം, പാലിക്കാൻ പറ്റത്തില്ല വാക്ക് പറയാൻ നിൽക്കരുത്, ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇനിയെങ്കിലും വേറെ ആരുടെയെങ്കിലും എടുത്തോ. ഞാനായോണ്ട് ഒരു കണക്കിന് ഞാൻ മാനേജ് ചെയ്ത് വിടുന്നു. വേറെ എവിടെന്നെല്ലാം ഞാൻ പറയുന്നില്ലേ, ഇന്നത്തെ പരിപാടി ഇനിയും കാണിക്കാൻ നിൽക്കരുത്, പറ്റാത്ത കാര്യം ഏക്കാൻ നിൽക്കരുത്, തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏക്കാനും ഉറപ്പ് കൊടുക്കാനും നിൽക്കുക. ഓക്കെ എന്നാ. ഓക്കെ, ഈ ഒരു വോയിസിൽ വ്യക്തമാണ് ഞാൻ ത്രൂ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ COS എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ ത്രൂ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. നീയല്ലേ ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള, പിന്നെ നീ കിടന്ന് മെഴുകുന്ന എന്തിന്? ഇങ്ങനെ ഉരുണ്ട് കളിക്കില്ല. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്, എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ ത്രൂ ആർക്കും എടുത്ത് കൊടുത്തിട്ടില്ലെന്ന്. നീ ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് നിന്റെ കൂട്ടുകാരന്റെ കീഴെത്തെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രൊമോട്ട് ചെയ്ത് അതിനുശേഷമാണ് ഈ സംഭവം ഇത്രയും വശമായിട്ടുള്ളത്. എന്നിട്ട് നിനക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ത്രൂ ആർക്കും എടുത്ത് കൊടുത്തിട്ടില്ലെന്ന്. നാണമില്ല എനിക്ക് ഇങ്ങനെ കേൾന്ന് പച്ച കള്ളം പറഞ്ഞ് ഉരുണ്ട് മറിയാൻ? ഇങ്ങനെ പറയരുത്. അറ്റ്ലീസ്റ്റ് അയ്യോ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അറിയില്ലായിരുന്നു ആ ഉഡായിപ്പാണെന്ന് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അതൊന്നും പറയില്ല. അയ്യോ എനിക്കിതിലൊന്നും പങ്കില്ല, ഞാൻ പ്രൊമോഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഞാൻ ആദ്യം പറയുന്നത്. കണ്ടല്ലോ ഇവളുമാരുടെയൊക്കെ തനി ഗുണങ്ങള്. ജനങ്ങളാണ് ഇത് കാണേണ്ടത്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കൈമലത്തി കാണിക്കും. അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 10 ഫോളോവേഴ്സ് ഉള്ളതിനെ കണ്ടുകൊണ്ട് അതൊക്കെ പറയുന്ന വിശ്വസിച്ച് കയറി അങ്ങോട്ട് എഴുന്നള്ളി കൊടുത്താൽ ഇതുപോലെ ഇരിക്കും. അമ്മച്ചിയുടെ മാവുങ്കലോ കിട്ടും മണ്ണാക്കി തന്നെ. മനസ്സിലായ? ഇത് ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു സംഭവം ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. കേട്ടോ, ഞാനൊരു സാധനം നിങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അവിടെ എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടാണ് അത് പോയതെന്നോ വാങ്ങിയതെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ തലയിലാവും. മനസ്സിലായ? പക്ഷെ ഇവളുമാര് കൈമലത്തുന്നത് കണ്ടല്ല. അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട എന്ന്. ഇങ്ങനത്തെ പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുത്തനെയും ഒരുത്തെയും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ജെന്യുവനാണെന്ന് തോന്നുന്നത് അന്വേഷിച്ച് കണ്ടെത്തി പോവുക. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കൊന്നും ഒരു പരിചയമില്ലാത്ത ഏവളോ പറഞ്ഞെന്നും കേട്ടും കൊണ്ട് 10-15 ലക്ഷം കൊണ്ട് വല്ലാണ്ട് അണ്ണാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇത്രയും ബോധവും വിവരം പൊക്കണമില്ലാത്ത നാട്ടുകാർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ, ടീമുകളൊക്കെ കൊള്ളാം. ആൾക്കാർ ഇത്രയും മന്ദബുദ്ധികളായതുകൊണ്ടാണ് ഇവളെപ്പോലുള്ളവർ കൂട്ടം ചേർന്ന് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്നത്. ഇവളിപ്പോ പറയുന്നത് എനിക്കിതിൽ പങ്കില്ലെന്ന്. 1 കോടിക്ക് മേളിൽ മറ്റോ മുക്കിക്കൊണ്ട് മുങ്ങി. അതിൽ എത്ര ശതമാനം ഇവക്ക് കിട്ടിയോ ഇല്ലെന്ന് ആർക്കറിയാം? ഇവള് പറയുന്നതല്ലേ നമുക്കറിയാവോ ഇവക്ക് പങ്കില്ല എന്ന്. നോട്ട് ദ പോയിന്റ്. എല്ലാം ഇതൊക്കെ തന്നെയാണ്. ജനങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്നേരം എല്ലാം പ്രൂഫ് തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. എടാ പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ഇവർക്ക് ഈ COS കൊടുത്തത്? ജൂലൈ ഫസ്റ്റ് വീക്കോ? ജൂലൈ ഫസ്റ്റ് വീക്ക്. എടി നീയും നിന്റെ കൂട്ടുകാരനും കൂടി കൊടുത്ത COS ഫേക്ക്. അത് കാണണം. പോയ ഒരുത്തന എംബസിയിൽ 10 വർഷം മറ്റേ അടിച്ചു വിട്ടുകൊടുത്ത് ഇനി നീ ഒരിടത്തും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നീ കൊടുത്തുവിട്ട COS, നിന്റെ ചുകർത്ത് കൊടുത്തുവിട്ട COS. അടിപൊളി, സൂപ്പർ. കണ്ടിരുന്നെങ്കിൽ ഷാക്കൻഡ് പിടിച്ച് തന്നേനെ. തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും മൂഞ്ചിപ്പീരും ഇത് തന്നെയാണ് ഇന്നത്തെ കാലം. എന്നിട്ടാ ഇതൊക്കെ എവിടെയെങ്കിലും പോയി കുറെ കോടികൾ ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും. തകരുന്നത് പാവപ്പെട്ടവന്റെയും പണയം വെച്ചും മറ്റതും മറിച്ചതൊക്കെ ചെയ്ത് ഓരോ ജീവിതങ്ങൾ തുടങ്ങാം സ്വപ്നം കണ്ടും കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവന്മാരുടെ ജീവിതമാണ് തൊലഞ്ഞ് നാറാണത്തെ പണ്ടാരടങ്ങുന്നത്. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. ഇങ്ങനെ വഞ്ചിച്ചും തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പിച്ചും മൂഞ്ചിപ്പിച്ചും തിന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അണ്ണാക്കി കൂടി ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടാകും. അത് ഇപ്പൊ ഈ നീരജ ആമോസ് നടത്തിയാലും ഇല്ലെങ്കിലും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തനെ വിട്ടുകൊടുത്തില്ലേ, എല്ലാം കണക്കാ. എനിക്ക് നീരജത്ത് ഇത്രയും ദേഷ്യം വരാനുള്ള കാര്യം നിനക്കിതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. നീ കാരണമാണ് ഈ സാധനം 8 ആളുകളിലേക്ക് എത്തുകയും അവർ പൈസ ഇടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ വേറെ ഒരുത്തന്റെ അച്ഛനെങ്ങാണ്ട് സ്വയം ജീവനൊടുക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ലോക്ക് സാധനമാണ്. കറക്റ്റ് കാര്യങ്ങളൊന്നും പുറത്തായിട്ടില്ല. എന്തൊക്കെയോ ഉടായ്പകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്ന് ഇടനിലക്കാരിയായിട്ടൊക്കെ നിൽക്കുന്നു. കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ. പറഞ്ഞാട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ലാസ്റ്റ് നീയും മറ്റേ ചേട്ടനും കൂടി അഭിഷേനും കൂടി മറ്റേ ഹോമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഹോമിലേക്ക് പോയപ്പോ അത് എന്തോ കെയർ ഹോം അല്ല, വേറെ ഹോമാണ്. സോ അവര് ഈ ഒരു ഡീൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു എന്തോ 48 lakhs സംതിങ്.
അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും 1 lakh വെച്ച് അഡ്വാൻസ് തന്നു, സെക്കൻഡ് അവരെല്ലാവർക്കും 5 lakhs വെച്ച് തന്നു. അറൌണ്ട് ഒരാൾക്ക് 6 lakh വെച്ചാണ് തന്നേക്കുന്നത്. സോ ഞാൻ എപ്പോൾ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോൾ നീ പറഞ്ഞു 5 o'clock കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 48 something റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു? അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ്? നിനക്ക് ഇതിലൊരു പങ്കുമില്ല. നീ നിന്നെ ഊരാൻ വേണ്ടിയിട്ട് കിടന്ന് മെഴുകുക. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ധീരതയിൽ പറയാമല്ലോ, നല്ല പോലെ കിടന്ന് മെഴുകുക. എങ്ങനെ നിനക്ക് പങ്കില്ലെന്ന് പറയും? പണ്ട് മമ്മൂട്ടി ഒരു സംഭവം എന്തോ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് അവസാനം മമ്മൂട്ടി നഷ്ടപരിഹാരം കൊടുത്തൊരു ചരിത്രമുണ്ട്. മമ്മൂട്ടിയുടെ ആ ഒരൊറ്റ പ്രൊമോഷൻ കണ്ടും കൊണ്ട് അയാൾ അത് മേടിച്ച സോപ്പോ എന്തോ സാധനമാണ്, എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെയാണ് നീ പ്രൊമോട്ട് ചെയ്ത് അത് കണ്ടും കൊണ്ട് നാട്ടുകാർ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി വേറൊരു ക്ലിപ്പ് കൊടുക്കാം കേട്ടോ, കിടന്ന് മെഴുകുക അങ്ങ്. വാക്കിന്റെ പേരിൽ ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ്, ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമാണ് ഇത്. ഇനി ഞാൻ ഇതിലോട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി. ഞാൻ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് June 29 ഞാൻ ഈ ഒരു ചാറ്റ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ അടുത്തുനിന്ന് ഞാൻ നിർത്തി, ഈ ഒരു കമ്പനിയുടെ അടുത്തുനിന്ന് നിർത്തി കഴിഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, നീ പൈസ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. ഓഹോ, കൂട്ടുകാരൻ പറഞ്ഞതോടെ എല്ലാം ഓക്കെ ആയല്ലേ? നാട്ടുകാരുടെ പൈസ കിട്ടിയിട്ടുണ്ടോ നാട്ടുകാരടുത്ത് വിളിച്ച് ചോദിച്ചോ? നിന്റെ പ്രൊമോഷനും കണ്ടുപോയ 8 പേരെടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. അതിൽ ആർക്കും ഒരാൾക്ക് ബാൻ അടിച്ചു കൊടുത്തു 10 വർഷത്തേക്ക്. അതിനൊക്കെ നീ ആരും ഉത്തരവാദിത്വം പറയും? കിടന്ന് മെഴുകല്ലേ. എനിക്കിതാണ് പിടിക്കാത്ത. സത്യസന്ധമായിട്ട് തെറ്റ് പറ്റിയ തെറ്റെന്ന് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞാലും ഓക്കെ എന്ന് പറയാം വീണ്ടും. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് ഉരുളാ നിൽക്കരുത്. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇനി ബാക്കിയൊരു വോയിസ് ഇതിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റിയുള്ള സംഭവം ഞാൻ ഒന്ന് കൊടുക്കാം. അതിലെ ഇൻസിഡന്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിൽ. നീരജ വാട്സപ്പിൽ സ്റ്റോറി ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട്, ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ വയ്ക്കുന്നു. ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞ് 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു. ഓഫർ ലെറ്റർ തന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ അപ്പോഴും തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജയുടെ അടുത്ത്. അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി ഇല്ലാതെ സോർട്ട് ചെയ്യാതെ അവരെ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് ഇവള് മീഡിയേറ്റർ ആയിട്ട് ഇതിന്റെ ഇടയിൽ നിന്നു. മനസ്സിലായ? പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഇവള് പ്രവർത്തിച്ചു. പിന്നെ ഇവള് വലിഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അല്ലാണ്ട് ഒരു പ്രൊമോഷൻ നടത്തിയിട്ട് അത് വാട്സപ്പ് വഴി സ്റ്റോറി ഇട്ട് അത് കണ്ടും കൊണ്ട് ആൾക്കാർ കയറുന്നു, അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി അടുത്തിടുന്നു. മൊത്തത്തിൽ അടപടലുകൾ തേപ്പല്ലേ കാണിച്ചിട്ടുള്ള. മീഡിയേറ്റർ ആയിട്ട് നിന്നും കൊണ്ട് നല്ല പോലെ സ്കീട്ടുണ്ട്. എന്റെ പൊന്നു മോളെ കിടന്ന് മെഴുകല്ലേ. ഇവിടെ കണ്ടോണ്ടിരിക്കണമാര് പൊട്ടന്മാരല്ല. ഇതുപോലെയുള്ള ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കല്. ഫോളോസ് ഉണ്ടായി ഇറങ്ങി പൊക്കമാണ്. ഇതിനെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യരുണ്ടായി അൺഫോളോ ചെയ്ത് കളയാൻ. എന്തിനാണ് ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചിടണം. തട്ടിപ്പ് കേസിൽ ഇതൊക്കെ എന്ന് ചെയ്യും? ഇതുപോലെയുള്ളതിനൊക്കെ നാട്ടിലിറക്കണം. പുറത്താണ് പോയിരിക്കുന്നെങ്കിൽ ഏത് എംബസി വഴി എവിടം വഴിയായാലും നാട്ടിലിറക്കിയിട്ട് പിടിച്ചകത്തിടണം. ഇതിനൊന്നും പുറം ലോകം കാണിക്കില്ല. തട്ടിപ്പും വെട്ടിപ്പും നടത്തി നാട്ടുകാരെ മോചിച്ച് ജീവിക്കുന്ന കുറെ പ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും. അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് COS, അതായത് മറ്റേ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു COS ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ അത് അയച്ചത് നമുക്ക് വെരിഫൈ ചെയ്യാനൊന്നും ഓപ്ഷനില്ല. COSൽ വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു. അപ്പോഴത്തേനും ആദ്യ പൈസ നീരജന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത്. അതിനുശേഷം ആ സമയപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞ് അവനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീരജ എന്നോട് പറഞ്ഞ് നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് അവൻ്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു. ഞാൻ തെറി പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഫേക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു. എനിക്ക് തെറി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഫേക്ക് ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കണോ? നല്ലപോലെ കളിച്ച് നല്ലപോലെ ഉണ്ടാക്കി 1 കോടിക്ക് മേലുള്ള ആൾക്കാരും തട്ടി. അതിന് ഇത്ര ശതമാനം കിട്ടിയാൽ മതിയല്ലോ. 50% ആയാലും മതി. എന്തിന് 40 ആയാലും മതി, 20 ആയാലും മതി, 1% ആയാലും മതി, 10%. നല്ലപോലെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ചുമ്മാ ആൾക്കാരെ ഫോൺ വഴി ഇരുന്ന് പറ്റിച്ചാൽ മതിയല്ല. ലക്ഷങ്ങൾ കൊണ്ടുപോകും, ഷെയർ ചെയ്തങ്ങ് പോവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവും. ചത്തവൻ ചത്ത്, ഇരിക്കണവൻ ഇരുന്ന്, പൈസ പോയി മൂഞ്ചിയവൻ മൂഞ്ചി, ആധാരം പോയോ അവൻ്റെ അതും പോയി. ഇതാണ് അവസ്ഥ. പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു
അങ്ങനെ സംസാരിച്ച കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നീരജ പറഞ്ഞ പ്രകാരം ആ പേയ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം ഫേക്ക് COS തന്നു. നമ്മളിത് ഫേക്കാണെന്ന് അറിയുന്നില്ല. നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു. കേട്ടല്ല, ഫേക്ക് COS ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് റിജക്ഷൻ വന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് മൂഞ്ചിയെന്ന്. വിസ റിജക്ഷൻ വന്നു. ഒരാൾക്ക് വിസ റിജക്ഷൻ വന്നപ്പോൾ മനസ്സിലായത് ഫേക്കാണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുടെയും വിസ ആപ്ലിക്കേഷൻ നമ്മൾ വിഡ്രോ ചെയ്തു. ഒരാളുടെ വിസ റിജക്ഷൻ വരികയും ചെയ്തു. പിന്നെ അവരുടെയൊക്കെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തരത്തിലും 8 പേരുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. 8 പേരുടെ ഒരു 15 രൂപ എന്ന് പറഞ്ഞ് വലിയൊരു 15 അല്ല 16 രൂപ കണ്ട് മേടിച്ചു. അതിലെ ചില കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ 15 മേടിച്ചുള്ളൂ. എന്നിട്ട് ഇവർക്ക് 16 കൊടുത്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. വേറൊരു ആ ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് വന്ന ഡിലേ വന്നത്, ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് നമ്മൾ തന്നെ വിചാരിച്ചു കയ്യിൽ നിന്ന് പൈസ കൊടുത്താണെങ്കിലും കയറിപ്പോട്ടെ. അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മുടെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ 15 നമുക്ക് കൈ കിട്ടിയത് പോലും നമ്മൾ 16 ഇവർക്ക് കൊടുത്തു. കേട്ടല്ല, ഇതൊക്കെയാണ് സംഭവം. നാട്ടുകാരെ നല്ലപോലെ വലിപ്പിച്ചു, ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോയി, മൊത്തത്തിൽ കോടി കൊണ്ടുപോയിട്ടുണ്ട്. 16 ലക്ഷം വെച്ച് 8 പേരെ വെച്ച് കൂട്ടി നോക്കാം അങ്ങോട്ട് എത്ര പോയെന്ന് ഇപ്പം തന്നെ പിടികിട്ടും. 1 കോടിക്ക് പുറത്ത് എമൗണ്ട് മുക്കി. നിങ്ങൾ ജനങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഫോളോവേഴ്സ് എല്ലാം തട്ടിപ്പ് ഉടായ്പ സ്വന്തം വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പരിശ്രമിക്കുന്ന കുറേ സാധനങ്ങളാണ്. അപ്പൊ ചോദിക്കും, നീ അതല്ലടാ, ഞാൻ നിങ്ങളെ മുന്നിൽ എന്തെങ്കിലും കൊണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്കും വന്നിട്ടുണ്ടോ ഒരുപാട് പ്രൊമോഷൻ. ഞാൻ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് നാളെ അതിന് വള്ളി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചുക്കാൻ പിടിച്ച് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഒന്നും എത്തിക്കാത്തത്. എനിക്കല്ലാതെ കിട്ടുന്ന ഏണിങ്സ് മതി. ഇനി എങ്ങാണ്ട് നാളെ ഞാൻ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലാണ്ട് വല്ലവരും ചെയ്യുന്ന മറ്റേ ഇതുപോലത്തെ വിസ കേസോ അതും ഇതൊന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.